easy, easy, tamam, tamam, okay. Easy, easy, tamam, 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 easy, easy, tamam, 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 easy, easy, tamam, tamam. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ നന്ദുട്ടക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഒരു വിഷയം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഫ്രണ്ട്സ് വേറെ ഒന്നുമല്ല, നമ്മളെ ഇൻഫിനിക്സ് GT10pro GT10 മൊബൈൽ റിലീസ് ചെയ്ത് കഴിഞ്ഞു. ആഗസ്റ്റ് 3-ാം തീയതി തോന്നുന്നു റിലീസ് ചെയ്ത്. ഒരുപാട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, നമ്മളെ ചാനൽ ചെയ്തിട്ടില്ല. സോ ഇന്നത്തെ ഒരു വിഷയം ഇൻഫിനിക്സ് GT10proയുടെ റിവ്യൂ ആണ്. സോ റിവ്യൂയിലേക്ക് കടന്നാലോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ, ലെറ്റ്സ് ഗോ. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. ഓക്കെ, മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 8050 വരുന്നത്. സോ 8GB റാം പ്ലസ് ഇൻറ്റേർണൽ മെമ്മറി 128GB വരുന്നുണ്ട്. അതേപോലെ തന്നെ 8GB റാം പ്ലസ് റോം പ്ലസ് 256GB റാം അങ്ങനെ എന്തോ വരുന്നുണ്ട്. അതായത് 250 സംതിങ് വരുന്നുണ്ട് ഇൻറ്റേർണൽ മെമ്മറി. പിന്നെ ഡിസ്പ്ലേക്ക് വരികയാണെങ്കിൽ 6.67 ഇഞ്ചസ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 1080x2460 പിക്സൽ വരുന്നുണ്ട്, റെസൊല്യൂഷൻ വരുന്നുണ്ട്. സോ ആമസോൺ അത്യാവശ്യം നിങ്ങൾക്ക് HD ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് എനിക്ക് കാണാൻ പറ്റും തോന്നുന്നു, എമുലേറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട്. സോ HD ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരു മിനിമം റേറ്റിൽ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് കാണാൻ പറ്റും. പക്ഷേ ആമസോൺ പ്രൈം ടീമിയും യൂട്യൂബ് എല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹൈ ക്വാളിറ്റിയിലിട്ടിട്ട് 1080 FPS നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ നെറ്റ്ഫ്ലിക്സ് ഒന്നും കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ 120 Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാമറയിലേക്ക് കിടക്കുകയാണെങ്കിൽ 108 MB വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. സോ 2 MB മാർക്കോ ക്യാമറയും 2 MB ഡെപ്ത് ക്യാമറയും വരുന്നുണ്ട്. സോ 4K വീഡിയോ റെക്കോർഡിംഗ് 13 FPS റെക്കോർഡിംഗ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 32 മെഗാപിക്സലാണ് വരുന്നത്. സോ നിങ്ങൾക്ക് അറിയായിരിക്കാം 5000 mAh ബാറ്ററി കപ്പാസിറ്റി തന്നിട്ടുണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറിങ്ങും USB ടൈപ്പ് C പോർട്ടാണ് വരുന്നത്. സോ ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ വില വന്നിട്ട് 20,000 വരുന്നത്. സോ എന്തായാലും ടാക്സ് എല്ലാം കൂടിയിട്ട് നിങ്ങൾക്ക് 20,000 രൂപ വരും. സോ എൻ്റെ ഒരു കേസിൽ ഇൻഫിനിക്സ് ഈ ഒരു ഇൻഫിനിക്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവരിറക്കിയ ഒരുപാട് മൊബൈൽസ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരുപാട് മൊബൈൽസും നല്ല വെറൈറ്റി മൊബൈലുകളാണ്. അതായത് അവർ ഒരു ചേഞ്ചും ഇല്ല. പക്ഷേ ഗെയിമിംഗ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് അവർ സ്പെഷ്യലായിട്ട് ഇറക്കിയ ഒരു മൊബൈലാണ് GT10ഉം GT10proയും. സോ GT10proയിലാണ് തോന്നുന്നു എനിക്ക് ട്രിഗർ, അതേപോലെ തന്നെ ഗെയിം കളിക്കേണ്ട എന്താ പറയുക ചുണ്ടർവയറിലിടുന്ന ആ ഒരു ഗ്ലൗവും ട്രിഗർ വലിക്കേണ്ടതും എല്ലാം കിട്ടുന്ന 10proയിലോ 10ലാ തോന്നുന്നു കിട്ടുന്നത്. സോ കിഡിലൻ മൊബൈലാണ് അവർ ഇപ്രാവശ്യം. സോ ഇൻഫിനിക്സ് GT10pro അതേപോലെ തന്നെ ഇൻഫിനിക്സുകാർ ഇപ്രാവശ്യം കുറച്ചും കൂടി മാറ്റിയിട്ടാണ് കൊണ്ടുവന്നത്. കാരണം എപ്പോഴും പല മൊബൈൽ ബ്രാൻഡുകളും നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ഗെയിമിങ്ങിന് ഫോക്കസ് ചെയ്തിട്ട് ഒരു മൊബൈലും, ഇപ്പോൾ ഐഫോൺ ആണെങ്കിലും സാംസങ് ഗാലക്സി S22 അൾട്രൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഗെയിമിങ്ങിന് മാത്രമല്ല അവർ കൊടുത്തിരിക്കുന്നത്, ഫോണിലാണ് മെയിനായിട്ട് ഫീച്ചേഴ്സും കൊടുത്തിരിക്കുന്നത്. സോ നേരെ മറിച്ച് നമ്മളിപ്പോൾ ഇൻഫിനിക്സ് ആയാലും മൊബൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഗെയിമിംഗ് എഡീഷനായിട്ട് അവർ ഇറക്കും. പക്ഷേ ഇപ്രാവശ്യം അവർ ഇൻഫിനിക്സ് GT10proയും GT10pro ആണ് തോന്നുന്നു എനിക്ക് ഈ ഒരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മൊബൈലായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിലേക്ക് കിടക്കുകയാണെങ്കിൽ സത്യമായിട്ട് ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിങ് സത്യം പറയാമല്ലോ ഒരു ഗെയിമിംഗ് ഫോൺ. സോ നമ്മൾ മുമ്പത്തെ ആസ്യൂസ് റോഗ് എല്ലാം പറഞ്ഞില്ലേ, ആ ഒരു ഗെയിമിംഗ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. സോ അതേപോലെ തന്നെ അത് പിടിച്ച് കളിക്കുമ്പോൾ, അതായത് പിടിച്ച് ഗെയിം കളിക്കുമ്പോൾ സ്പെഷ്യലായിട്ട് അതൊരു ഗെയിമിങ്ങിന് മാത്രമല്ല ക്യാമറയും തന്നിട്ടുണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക്. സോ ഗെയിം മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് IQലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ്. പിന്നെ അതേപോലെ തന്നെ IQ Z7 Pro വാസസ് ഇൻഫിനിക്സ് GT10pro കമ്പാരിസൺ വീഡിയോ വേണമെങ്കിൽ
കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. കമൻറ്റ് ചെയ്താൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, എനിക്ക് ഇത്ര കാര്യം പറയാനുള്ളൂ. ആക്ച്വലി ഈ ഒരു ഗെയിമിംഗ് ഫോൺ എന്ന് പറഞ്ഞ് ഈ ഒരു കാലഘട്ടത്തിൽ ഇൻഫിനിക്സ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു പ്രോബ്ലം കൂടി തകർത്തിയിരിക്കുകയാണ്. സോ ഗെയിമിങ്ങിന് സ്പെഷ്യലായിട്ട് അവർ ഇറക്കിയ ഒരു മൊബൈലാണ് ഇൻഫിനിക്സ്. സോ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഗെയിമിങ്ങിന് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്നവർക്ക് ഇതെടുക്കാം. ബാക്കി കാര്യത്തിലേക്ക് ഞാൻ അത്ര സാറ്റിസ്ഫൈ അല്ല ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം കേട്ടിട്ട്. സോ അതിനെക്കാട്ടി ബെറ്റർ നിങ്ങൾക്ക് IQ എടുക്കുന്നതായിരിക്കും, IQ G7 Pro. സോ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ അമർത്താനും മറക്കരുത് ഫ്രണ്ട്സ്. നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ യുവർ ഫ്രണ്ട് മിസ്റ്റർ നന്ദു ടെക് സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.